മാസ്റ്റർ, ഇപ്പം ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഒക്കെ ഇടയിൽ ഒരുപാട് കേട്ട് വരുന്ന ഒരു ടേമാണ് ഈ ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. മാസ്റ്ററിൻ്റെ ഒപ്പീനിയൻ അതിനെപ്പറ്റി ഒന്ന് പറയാൻ പറ്റുമോ? വളരെ ശരിയാണ്. ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ് ഇപ്പോഴും. എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്, മനുഷ്യരൊരു സാമൂഹ്യ ജീവിയാണ്. സാമൂഹ്യ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? വ്യക്തിബന്ധമാണ്. വ്യക്തി അതുപോലെ ബന്ധം. ഓരോ വ്യക്തിയും അവരവരെ തിരിച്ചറിഞ്ഞ് അങ്ങനെയുള്ള ഓരോരോ വ്യക്തികളുമായിട്ട് ബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് പോവുകയാണ്. അവിടെ വ്യക്തിക്കുള്ളിൽ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ഈ ബന്ധമില്ലാത്തവർക്കാണ് ഒത്തിരി രോഗങ്ങൾ വരുന്നത്. വൈകാരിക രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, അതുപോലെ ഈവൻ ശാരീരിക രോഗങ്ങൾ പോലും അങ്ങനെയാണല്ലോ. സൈക്കോസൊമാറ്റിക് ഡിസീസ് എന്ന് പറയുന്നൊരു സീരീസ് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അപ്പം നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തിബന്ധം എങ്ങനെയായിരിക്കണം, അത് എവിടം വരെ പോകാം, അതിൻ്റെ അതിർവരമ്പുകൾ എന്താണ്, എന്തൊക്കെ ആയിക്കൂടാ. അപ്പോൾ നമ്മൾ വ്യക്തിബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ എന്തൊക്കെ ആയിക്കൂടാ എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടെ മനസ്സിലാക്കേണ്ടത് ഒരു സംഗതിയാണ്. ഇത് മനസ്സിലാക്കാനായിട്ട് ഇംഗ്ലീഷിലൊരു ടേമുണ്ട്, അത് റെഡ് ഫ്ലാഗ്സ് എന്നാണ് അതിന് പറയുന്നത്. അത് ഈ ടോക്സിക് റിലേഷനോട് ഏറെ ചേരുന്ന ഒന്നാണ്. അത് കൃത്യമായ സൂചനകൾ നമുക്ക് തരുന്നതാണ് റെഡ് ഫ്ലാഗ്സ് എന്ന് പറയുന്നത്. അതിലൊന്നാമത്തത്, നമുക്ക് അർഹിക്കുന്ന ഒരു പ്രാധാന്യം കിട്ടാതെ പോവുക ബന്ധത്തിൽ. അപ്പോഴും നമുക്ക് റെസ്പെക്റ്റ് കിട്ടാതെ പോവുക, നമ്മൾ അവോയ്ഡ് ചെയ്യപ്പെടുക. അപ്പോഴത്തേന് ആ റെഡ് ഫ്ലാഗായിട്ടത് മനസ്സിലാക്കി ആ ബന്ധം നമ്മൾ വിച്ഛേദിക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത്, ഒരാളെ കൺട്രോൾ ചെയ്യുന്നത് ഒരു സംഗതിയാണ്. അപ്പോൾ നമ്മുടെ കൺട്രോൾ വേറൊരാളുടെ കയ്യിലായി പോവുകയാണ്. നമ്മുടെ കാര്യങ്ങളൊക്കെ പിന്നെ അയാളാണ് തീരുമാനിക്കുന്നത്. നമ്മളൊരു ഏതാണ്ട് ഒരു പാവയെ പോലെ, അടിമയെ പോലെ ആവുന്ന ഒരു സ്ഥിതിയിലേക്ക് അങ്ങ് മാറിപ്പോവുകയാണ് യഥാർത്ഥത്തിൽ ഈ ടോക്സിക് റിലേഷൻഷിപ്പിൽ വരുന്നത്. അപ്പോൾ ഈ റെഡ് ഫ്ലാഗ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി, ഇനി ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ വ്യക്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സ്ഥിതിയിലേക്ക് വരും. മൂന്നാമത്തെ സംഗതി എന്ന് പറയുന്നത്, നമ്മളെ ഒരാൾ പ്രയോജനപ്പെടുത്തുകയാണ്, മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്. ഇതുവഴി ഒത്തിരി പ്രശ്നങ്ങൾ വരാറുണ്ട്. ഇത് നല്ലൊരു റെഡ് ഫ്ലാഗാണ്. കുറേ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഓരോ കാര്യത്തിൽ അവർ ചൂഷണം ചെയ്യുന്നതായിട്ട് സ്ഥിതി വരിക. സാമ്പത്തികമായിട്ടായിരിക്കും ചിലപ്പം, നമ്മുടെ വികാരങ്ങളെ ചൂഷണം ചെയ്യുന്നത് വരും. ചിലപ്പം നമ്മൾ സ്നേഹബന്ധത്തിലിരിക്കുമ്പോൾ ചില ചിത്രങ്ങൾ എടുത്തതോ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ചില സംഭാഷണങ്ങളൊക്കെ അവർ ടേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മൾ വെച്ചിട്ട് നമ്മളെ ഭീഷണിപ്പെടുത്തുക. തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് പോകുന്നത് മതിയാക്കേണ്ടതാണ്. റെഡ് ഫ്ലാഗാണ് അതൊക്കെ. അതുകൊണ്ട് ഈ ഒരു തിരിച്ചറിവ് തീർച്ചയായിട്ടും ബന്ധത്തിലേർപ്പെടുന്ന ആൾക്കാർക്ക്, വ്യക്തിബന്ധങ്ങൾ സ്ഥാപിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. ആദ്യം ഇതാ മനസ്സിലാക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക എന്നുള്ളതാണ്. നമ്മൾ എന്തിനാണ് ജനിച്ചിരിക്കുന്നത്? നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ഉദ്ദേശമുണ്ട്. രണ്ടാമത്തെ കാര്യം, റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം. ഗോൾ ഉണ്ടായിരിക്കണം, റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം. നമുക്ക് നമ്മളോട് റെസ്പോൺസിബിലിറ്റി, നമ്മുടെ ഫാമിലിയോട് റെസ്പോൺസിബിലിറ്റി, നമ്മുടെ കമ്മ്യൂണിറ്റിയോടൊരു റെസ്പോൺസിബിലിറ്റി, സൊസൈറ്റിയോടൊരു റെസ്പോൺസിബിലിറ്റി. ഇങ്ങനെ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് കോൺഷ്യസ് ആയിരിക്കണം നമ്മൾ. ആ കോൺഷ്യസ്നെസ് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമ്മുടെ ലൈഫിന് വഴിത്തിരിവുകൾ വന്ന് നമ്മളെ നാശത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ കാര്യത്തിൽ നമ്മളൊരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. നമ്മുടെ ലൈഫ് ഗോൾ അതൊന്നും മാറിപ്പോകാൻ പാടില്ല. രണ്ട്, നമ്മുടെ റെസ്പോൺസിബിലിറ്റി. മൂന്നാമത്തെ കാര്യം മൂല്യങ്ങളാണ്. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളും വയ്ക്കുന്ന ചുവടുകളും ഇനി പുറകെ ബാക്കി ഒത്തിരി പേർക്ക് വെക്കാനുള്ളതാണെന്നുള്ളൊരു വിചാരം. ഒത്തിരി ആൾക്കാർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലായിട്ട്, ഒരു മെത്തേഡായിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യുകയാണ്. എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. അത്തരത്തിൽ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മൂല്യവത്തായ തീരുമാനങ്ങൾ എടുക്കുക. ഒന്നാമതായിട്ട് നല്ല ഗോളിനെക്കുറിച്ച് കോൺഷ്യസ് ആയിരിക്കുക. അതിന് റെസ്പോൺസിബിലിറ്റി, അത്തരത്തിൽ ഒരു ബോധം നമുക്കുണ്ടായിരിക്കുക. നമ്മൾ ചെയ്യുന്ന അതിനകത്ത് എല്ലാവർക്കും അനുകരണീയമാണ് എന്ന് വരിക. അത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമായിരിക്കും. അപ്പോൾ ഒരു വ്യക്തിബന്ധം അത്ര ഗുണകരമല്ല നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? അവിടെ നമ്മുടെ ഇച്ഛാശക്തി ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ. കട്ട് ചെയ്തേ പറ്റൂ. ഫിസിക്കലി ആണെന്ന് വിചാരിക്കുക, നമ്മുടെ ദേഹത്തൊരു മുഴ വരുന്നു, ഓരോ ദിവസവും വളർന്നു വരുന്നു, അത് നമ്മളെ കൊണ്ടേ പോകൂ എന്ന് മനസ്സിലാക്കിയ ഡോക്ടർ എന്ത് ചെയ്യും? ഡെഫിനറ്റ്ലി അത് കട്ട് ചെയ്യും. അത് കട്ട് ചെയ്യുന്നു, നമ്മളിവിടെ കട്ട് ഓഫ് ചെയ്യുന്നു.
കട്ട് ദം ഓഫ്. അത്തരം ബന്ധങ്ങളെല്ലാം വേണ്ടാന്ന് വെച്ചേക്കണം. അതൊരു ശക്തി ആവശ്യമാണ്. നമ്മൾ മനഃശാസ്ത്രത്തിൽ തന്നെ പറയാറുണ്ട്, ഡോണ്ട് സേ വെൻ യു വാണ്ട് ടു സേ യെസ്, ഡോണ്ട് സേ യെസ് വെൻ യു വാണ്ട് ടു സേ നോ. നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയണം, യെസ് പറയേണ്ടടുത്ത് യെസ് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ. അങ്ങനെയാണ് നമ്മുടെ പേഴ്സണാലിറ്റി മറ്റേ ആക്കും കൂടെ ഉള്ളവർക്കൊക്കെ വ്യക്തമാകുന്നത്. അതുകൊണ്ട് ഒരു സർജറിക്ക് എടുക്കുന്ന തീരുമാനം പോലെ തന്നെ പെയിൻഫുള്ളാണ്, നമുക്കറിയാം, വളരെ വേദനാജനകമാണ്. കുറേ ദിവസം നമ്മളത് കിടത്തിയേക്കും, ചിലപ്പോൾ ചിന്താകുലരായി നമ്മൾ നടന്നിരിക്കും. അതിനൊക്കെ മെഡിസിനുണ്ട്. ആ മെഡിസിൻ കഴിച്ച് റെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പഴുതിനേക്കാൾ ഊർജ്ജസ്വലതയോടെ വന്ന് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന സ്ഥിതിയിലേക്ക് നമ്മൾ വന്നോളും. അതോർത്ത് നമ്മൾ വിഷമിക്കുകയൊന്നും വേണ്ട. അതുകൊണ്ട് നമ്മുടെ ബന്ധങ്ങളെല്ലാം ഒന്നുകൂടൊന്ന് പരിശോധിച്ച് നോക്കുക. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് അതൊക്കെ എത്തിക്കുന്നുണ്ടോ? നമ്മുടെ റെസ്പോൺസിബിലിറ്റി പ്രോപ്പർ ആയിട്ട് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ ഒരു മൂല്യവത്തായ ജീവിതമാണോ നമ്മുടേത് എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും റെഡ് ഫ്ലാഗൊക്കെ കാണുമ്പോഴത്തേക്ക് അതിൽ നിന്ന് വിഡ്രോ ചെയ്ത് നല്ല ബന്ധങ്ങൾ ദൃഢവൽക്കരിച്ച് കൊണ്ടുപോകാൻ സാധിക്കും. നല്ല ബന്ധങ്ങൾ തന്നെയാണ് നമ്മുടെ വളർച്ചയ്ക്ക് ആധാരമായിട്ട് വരുന്നത്.